ഹായ് ഫ്രണ്ട്സ്, റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ പൾപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു മാംഗോ പൾപ്പിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാങ്ങ ഇഷ്ടംപോലെ കിട്ടാൻ സൗകര്യമുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് കുറച്ച് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തും ഈ പൾപ്പെടുത്ത് ഷേക്ക് അടിക്കാനും ജ്യൂസ് അടിക്കാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ മാംഗോ പൾപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടി ഇവിടെ 1.5 കിലോ പ്രിയൂർ മാങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം പഴുത്ത മാങ്ങയാണ്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നാരങ്ങയാണ്. നമ്മളിതിൽ വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല, നാരങ്ങ നീരാണ് ചേർക്കുന്നത്. അതിനുവേണ്ടി ഞാൻ അധികം വലിപ്പമില്ലാത്ത നാരങ്ങ ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള നാരങ്ങയാണെങ്കിൽ നിങ്ങൾ 2 എടുത്താൽ മതിയാവും. ഇത് നമുക്ക് നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മാങ്ങയെല്ലാം ചെത്തി തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കട്ട് ചെയ്ത് ഇവിടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പൾപ്പ് റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് സമയം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അത് വറ്റി കിട്ടണമെങ്കിൽ. ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ നല്ലോണം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാങ്ങ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾക്ക് ഇത്രത്തോളം പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിത് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾക്കിത് പെട്ടെന്ന് തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് 1.5 കിലോ മാങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്ന പൾപ്പാണ് ഇവിടെ. നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മാങ്ങ അരച്ചത് ഒന്നും കൂടി ഒന്ന് ലൂസായി കിട്ടും ചൂടായി കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇത് തിളയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് തെറിക്കാൻ സാധ്യതയുണ്ട്. കയ്യിലോട്ട് തെറിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കൈയൊക്കെ പൊള്ളിപ്പോകും. അതുകൊണ്ട് നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ ഇങ്ങനെ കുറുകി വരണം. ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര, ഏകദേശം ഒരു 150 ഗ്രാമോളം പഞ്ചസാര നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിലായതിനു ശേഷം മാത്രമേ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമ്മൾക്ക് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര മെൽറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ മിക്സ് ഒന്നും കൂടി ഒന്ന് ലൂസായി വരും കേട്ടോ. അത് വീണ്ടും നമ്മൾ ഇളക്കി നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര അത്യാവശ്യം ഒന്ന് മെൽറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. മെൽറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ മിക്സ് ലൂസായി വരും കേട്ടോ. ഇപ്പോൾ അതേ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടിയും നമ്മുടെ മിക്സ് ലൂസായി വരും. പിന്നെ നമ്മളിത് ഇളക്കി നല്ലോണം തിക്കാക്കി എടുക്കണം. കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അവസാനമാകുമ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മിക്സ് ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി എടുക്കണം. ഇത് നമുക്ക് 1 വർഷത്തോളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കേടാകാതെ ഇരിക്കും. ഇപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് ഈ ഒരു പാകത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറി കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നമുക്ക് തിക്കായി കിട്ടും. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് തന്നെ ആറി കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്കിത് വാങ്ങി വെച്ച് ചൂടാറ്റി എടുക്കണം. ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടിയും തിക്കായി ഒന്നും കൂടിയും നമ്മുടെ പൾപ്പ് കുറുകി വരും. അപ്പോൾ നിങ്ങളിനി പൾപ്പ് റെഡിയാക്കുമ്പോൾ ഇതുപോലെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാമെന്നുണ്ടെങ്കിൽ 1 വർഷത്തോളം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പൾപ്പ് ഇവിടെ നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. തണുത്തപ്പോൾ അതേ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. കയ്യിൽ നിന്ന് വിടൂലാത്ത പാകത്തിലായിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ പൾപ്പ് റെഡിയാക്കി എടുത്ത് വയ്ക്കേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രീസറിൽ വെച്ച് 1 വർഷത്തോളം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാനിവിടെ ഫ്രീസറിൽ വെക്കേണ്ടത് കൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ
ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് മാറ്റാം നമുക്ക് പൾപ്പ്. ചില്ലിൻ്റെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ കുപ്പി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഫ്രീസറിൽ വയ്ക്കാൻ വേണ്ടി റെഡിയാക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുകളോ ഡബ്ബകളോ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.